ഇതാ ഒരു പോണി ഉപ്പേരിയുണ്ട്, അതായത് ശർക്കര വരട്ടി. ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വീഡിയോ കണ്ടു നോക്കിയാലോ. ബാ. ഹായ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം വാഴയ്ക്ക ഉപ്പേരി ഇടക്കമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അധികം അറിയില്ല, എന്നാലും നോക്കാം. കുറച്ചധികം വാഴയ്ക്കയുണ്ട്, കാരണം വയലൊന്ന് കൊല മുറിച്ചപ്പോൾ കിട്ടിയ ബാലൻസ് വന്ന് കുറച്ച് വാഴയ്ക്കയാണ്, അപ്പോൾ കുറച്ചധികം ഉണ്ട്. അങ്ങനെ ഇത്രയും വാഴയ്ക്കയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. പിന്നെ അങ്ങനെ ഇത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇതിലോട്ടൊന്ന് വാഴയ്ക്ക തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്കിടാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ മണിക്കുട്ട ഇല്ല കേട്ടോ. മണിക്കുട്ടൻ സ്കൂളിലൊന്ന് ടൂറിന് പോയിരിക്കുകയാണ്, അതുകൊണ്ട് മണിക്കുട്ട ഇല്ല. ഞാനും മോളും മാത്രമേ ഉള്ളൂ. ഇതുപോലെ വാഴയ്ക്കൊക്കെ കിട്ടുമ്പോൾ വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തേ. പിന്നെ മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കണം. ഇതിനെല്ലാം നമുക്ക് കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുക്കാം. ഇത്രയുണ്ടേ. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി ഇത് എന്തായാലും പുറത്തുള്ള അടുപ്പിൽ തീ എത്തിച്ച് വറുത്തെടുക്കാം. തട്ടരുത്, ഞാൻ ഇത്രയും കൂടെ അറിയാം. ഒരാൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം അതിൽ കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ കുറേയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് ഞാൻ അറിയാതെ. അപ്പം അരിഞ്ഞ് തീർന്നിട്ട് അതിൽ കൂടെ തട്ടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. എന്താ അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാമേ. എന്തായാലും ഇനി അടുപ്പ് കത്തിച്ചാലേ പറ്റുള്ളൂ. എന്തായാലും അടുപ്പ് കത്തിക്കാൻ പോവാം. തീയൊക്കെ കത്തിച്ചുടിപ്പിച്ചിട്ടുണ്ടേ. കത്തി വരുന്നതേ ഉള്ളൂ. നമുക്കിങ്ങോട്ട് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി വെച്ച് കൊടുത്താൽ അതിൽ എണ്ണയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. വാഴയ്ക്ക ചിപ്സ് റെഡിയാക്കിയിരിക്കുകയാണ്, വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉപ്പേരിയാക്കി എടുക്കണം. ഉപ്പേരി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒരു മഴയും കൂടെ പെയ്തു കേട്ടോ ഗൈസ്. നമ്മളിങ്ങനെ പുറത്തിരിക്കുകയാണ്. ഇത് പാനി നമുക്കിനി വറ്റിച്ചെടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ മഴയും കൂടെ ഉണ്ടേ. മഴ നമ്മളെ ചതിച്ച് കളഞ്ഞു ഗൈസ്, കാരണം പുറത്താണല്ലോ ഇരിക്കുന്നത്. അല്ല വലിയ കുഴപ്പമില്ല, നമ്മൾ നനയുന്നുണ്ടെന്ന് അത്രയും നനയുന്നില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് നനയുന്നുണ്ട്.
കേട്ടോ.